അള്ളാഹു എത്ര പാപങ്ങൾ ചെയ്താലും അത് മുഴുവൻ ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ആ പാപങ്ങൾ പൊറുക്കലിനെ തേടി പിന്നെ നമ്മൾ നിലപാട് നന്നാക്കി സൽക്കർമ്മ നിരതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ നമ്മളതിലേക്ക് മടങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പഠിച്ച അതൊക്കെ പുറത്തു തരും, മാപ്പാക്കും, മായ്ച്ചു തരും. അതൊക്കെ അത് ആകാശത്തിന്റെ ഉച്ചയോളം സമുദ്രങ്ങളിലെ നുരയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അതാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ. അത്രയും പാപങ്ങൾ പൊറുക്കാൻ കഴിവുള്ള. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ഒരു വിചാരം വെച്ച് പുലർത്തുന്നത് പോലും എന്താണ്? ആരാധനയാണ്, ഇബാദത്താണ്. അല്ലേ? നമ്മൾ ഏതൊരു കാര്യം, ഇപ്പൊ നമ്മളിപ്പോൾ ജോലി ചെയ്യണത് പോലും ഇപ്പൊ എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ പേരക്കുട്ടിക്കോ നമ്മളെ കുട്ടീനെ പിടിച്ച് നമ്മളൊന്ന് ചുംബിക്കുന്നത് പോലും അത് ഇബാദത്താണ്. അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പേരക്കുട്ടികളെ ചുംബിച്ചിട്ടുണ്ട്, മക്കളെ ചുംബിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അല്ലേ? ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ, ചിരി പോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ, വെറുതെ പോകുമ്പോൾ ഒരാളെ കണ്ട അസ്സലാമു അലൈക്കും എന്ന് ചിരിച്ചാല് അത് സ്വതക്കയാണ്, അത് പ്രതിഫലമുണ്ട്, അത് ആരാധനയാണ്, അത് ഇബാദത്താണ്. ഇതൊന്നും നഷ്ടല്ല. ഓരോ ദിവസവും അവസരമാണ്. ഒരു ദിവസം നേരം വെളുക്കാന്ന് പറഞ്ഞാല് നമ്മുടെ കർമ്മരേഖകൾ നടക്കാനുള്ള ചാൻസ് ആണ്. ആരാണ് ഏറ്റവും നല്ല ആള്? ഏറ്റവും നല്ല വ്യക്തി ആരാണ്? ഏറ്റവും ദീർഘമായ ആയുസ് ലഭിക്കുകയും ആ ആയുസ് മുഴുവനും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമായൊരു ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിതം ജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ലവനാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ കർമ്മരേഖയിൽ തൂങ്ങി നിൽക്കാൻ വലത് ഭാഗത്തുള്ള ഏടിൽ അത് എഴുതാനുള്ള അവസരമാണ് ഓരോ സെക്കൻഡ് നമുക്ക് ഉണ്ടായിക്കൊടുക്കുന്നത്. ഒരു ചിരി പോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പിരിവിന്റെ കാര്യം പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിൽ പൈസ കൊടുത്തെന്ന് പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞത് എന്താ? അതിന് അള്ളാഹു വളർത്തുന്നതാണ്. ഒരു കതിരിലെ നെൽക്കുലയിലെ നെല്ലുകളെപ്പോലെ അത് ഇരട്ടിക്കുന്നതാണ്. നിങ്ങൾ ആലോചിക്ക്, ഒരു നെല്ലുമെന്ന് ഒരു തൈ ഉണ്ടായി വന്നാൽ അതിൽ എത്ര കൊല ഉണ്ടാവും? ഓരോ കൊലയിലും എത്ര നെല്ലുണ്ടാവും? 100 കണക്കിനുണ്ടാകുക. ഒരു മണിന്നാണ് ഉണ്ടായത്. അതേപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ധനത്തെ അള്ളാഹു വളർത്തുന്നു പറഞ്ഞത്. അതിനൊക്കെ എത്ര പ്രതിഫലം കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഒരാൾ യാത്ര പോകണം, ദീർഘമായ യാത്ര പോവാണ്. അല്ലേ? നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഹജ്ജിനൊക്കെ പോകുമ്പോൾ, ഇപ്പോഴും ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ വന്ന് ഉംറക്ക് പോകുമ്പോൾ പൊരുത്തപ്പിടിക്കും. ശരിക്കും ഈ പൊരുത്തപ്പിടിക്കലൊക്കെ ഉണ്ടായത് എന്താണ്? ആ പണ്ടത്തെ ഹജ്ജിന് പോക്കാണ്. കാരണം അന്ന് പായക്കപ്പലിൽ പോവുക ചെയ്യാം, കുറേ മാസങ്ങളും ദിവസങ്ങളും എടുത്തിട്ട് അവിടെ എത്തുക. പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. അല്ലേ? പേമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ വരാം, അസുഖങ്ങൾ വരാം, തിരിച്ച് റിട്ടേൺ ആവുന്ന യാതൊരു ഉറപ്പില്ലാത്ത ഒരു യാത്രയാണ് പണ്ടത്തെ കാലത്തെ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും മരിച്ചാൻ കാലത്താണ് പോവുക. മരിച്ചാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് അതിനാണ് എല്ലാം പൊരുത്തപ്പിടിച്ച് പോണ്. അപ്പോൾ ദീർഘമായ യാത്ര പോകുമ്പോൾ ഒക്കെ പൊരുത്തപ്പിടിച്ചിട്ടാണ് പണ്ടത്തെ കാലത്ത് പോവുക. അപ്പോൾ അങ്ങനെ ദീർഘമായ യാത്ര പോയ ഒരാൾ പോകാൻ നേരത്തെ ആകെ ഉള്ളത് ഒരാട്. ആ ആടിനെ അയൽവാസിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ച് എന്നിട്ട് അയാൾ യാത്ര പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു വിചാരിച്ചല്ല, തിരിച്ചു വന്നപ്പം അയൽവാസി പറഞ്ഞു, നിങ്ങൾ ആടുണ്ട് ആ മലഞ്ചെരിവിലുണ്ട്, അത് പോയി എടുത്തോളിയാണ്. അങ്ങനെ അദ്ദേഹം മലഞ്ചെരിവ് പോയി. അവിടെ ചെന്നപ്പോൾ ഒരാടല്ല, വലിയ ആട്ടിൻ കൂട്ടാണ്. കണ്ണത്താ ദൂരത്ത് ആടിൻ്റെ വലിയ കൂട്ടങ്ങളാണ്. അപ്പം മുമ്പ് തിരിച്ചു നിന്നിട്ട് എൻ്റെ ആട് ഏതാണ് ഇതിൽ ചോദിച്ചു. അപ്പോൾ അത് മുഴുവൻ ആടാണ്. നിങ്ങൾ ആട് പെറ്റ് പെരുകിണ്ടായതാണ്. ആ മുഴുവൻ ആടിൻ കൂട്ടങ്ങളും അത് മുഴുവൻ നിങ്ങൾ എടുത്തോളി എന്ന് പറയുമ്പം ഒരാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ആഴ്ചക്ക് ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ആ മലഞ്ചെരിവിൽ ആട് മുഴുവൻ നിങ്ങളതാണെന്ന് പറയുമ്പോൾ അയാളൊരു ഫീലിംഗ് എന്തേക്കാരം? അതാണ് നാളെ പരലോകത്തൊരു വിശ്വാസിക്ക്. നമ്മൾ ചിലപ്പം ഒരു മദ്രസക്ക് 100 ഉറുപ്പിക എടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ലേ? ഒരു മദ്രസ ഉണ്ടാക്കാൻ ഒരു ക്ലാസ് റൂമിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ആ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾ ഓതിയ ഫാത്തിഹന്റെ കൂലി, അവർ നിസ്കാരത്തിൽ ഓരോ ഫാത്തിഹക്കും അവർ ഓതുമ്പോഴും അതിനൊരു കൂലി നമുക്കുണ്ടാവും, ഒരു ഷെയർ നമുക്കുണ്ടാവും. ആ കുട്ടികൾ അവരെ മക്കൾക്ക് പഠിപ്പിച്ചപ്പം അവരെ മക്കളൊരു പണ്ഡിതനുണ്ടായി എന്നുണ്ടെങ്കിൽ എന്ന സൂറത്തു യാസീൻ ആയത്ത് നിങ്ങൾ നിശ്ചയമായും നാം മരിച്ചവരെ ജീവിപ്പിക്കും. നിങ്ങൾ ചെയ്തത് ഞാൻ രേഖപ്പെടുത്തി വെക്കും. ചെയ്തത് കൊണ്ട് പഠിച്ച അവസാനിപ്പിച്ചില്ല, അതിൻ്റെ അനന്തരഫലങ്ങളും ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ചെയ്തത് മാത്രമല്ല, നമ്മൾ ചെയ്തതിൻ്റെ അനന്തരഫലമായി ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പഠിച്ചോ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഒരു നഷ്ടമില്ല. അവസരങ്ങളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇതിന് പൈസ വേണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എഴുതണം. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റോ, നിങ്ങൾ സംസാരിക്കണം. ഒന്നും പറ്റില്ലേ, ഒരു വോയിസ് വിട്ടാൽ മതി. നമ്മളൊരു ക്ലാസ്സിന് വരുമ്പോൾ, നമ്മുടെ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു വോയിസ് ആയിട്ട് എൻ്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വോയിസ് ഇട്ടാൽ ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ പോരുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വിളിച്ചാൽ മാത്രം പോരുന്ന ആൾക്കാർ, അത് ചിലപ്പം താല്പര്യമുണ്ടല്ലോ, നമ്മൾ വിളിച്ചു എന്നതിൻ്റെ പേരിൽ പൂർണ്ണ ആൾക്കാരാണ്. പക്ഷേ ആ പോന്നിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടായാൽ, അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാൻ ആ വിളി കാരണമായാൽ അതിനുണ്ടാകുന്ന പ്രതിഫലത്രങ്ങൾ. അപ്പം അതുകൊണ്ട് വലിയ പ്രതിഫലമാണ് ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത്. വിശ്വാസിക്കും ജീവിതം മുഴുവൻ അവസരങ്ങളാണ്. ഈ പിരിവിൻ്റെ കാര്യം, പിരിവിന് ഞാൻ ഫസ്റ്റ് ഈ പിരിവ് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നാലും ആൾക്കാർ പിരിവിനെ നിർബന്ധിച്ചു കൊണ്ടും
അപ്പോൾ ഞാനിങ്ങനെ MBBS കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ നമ്മളോടൊരു മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നാളെ പിരിവുണ്ട്, പിരിവിന് പോരണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിരിവ് തീരെ ഇഷ്ടമല്ല, കാരണം ഇന്നോടൊരാൾ പൈസ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു മാനസികാവസ്ഥയാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുക എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന റെസീറ്റ് ബുക്ക് കിട്ടിയാൽ ഞാൻ എന്താ കാട്ടൽ വെച്ചാൽ എല്ലാവരുടെ പേരിൽ ഒരു 10-15 ആൾക്കാരുടെ പേര് ഇങ്ങനെ ഉണ്ടാക്കി എഴുതി 15 രൂപ 20 രൂപ എഴുതിയാണ്ട് ബുക്കാൻ കൊടുക്കലാണ്. അത് ഒരാളുടെ അടുത്ത് പോയിട്ട് പിരിച്ചാൽ മടിച്ചിട്ട് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ. അപ്പം ഇന്നെങ്ങനെ പിരിവിനുണ്ടോ വെച്ചിട്ട് ഞാൻ പോകുന്നില്ലാണ്. അല്ലെങ്കിൽ എന്തായാലും പോരണം, ഞങ്ങളെ കണ്ടാൽ കുറച്ച് ആൾക്കാർ തരും, അതുകൊണ്ടാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അന്ന് 2008-9 അന്ന് ഇനോവയ്ക്കാണ് അന്നത്തെ വലിയ വണ്ടി. അപ്പോൾ നാളെ ഒരു ഇനോവ ആയിട്ട് ഞങ്ങൾ വാടക എടുത്തിട്ട് വരും. നമ്മളാഴ്ച പിരിവിന് ഇനോവ വാടക എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനോവ എന്തിനാണ് വെച്ചാൽ ഇനോവയിൽ പോയാലേ പൈസ ഇട്ടുള്ളൂ. അങ്ങനെ ഇനോവ വാടക എടുത്തിട്ട് മദ്രസൻ്റെ പിരിവിന് പോവുകയാണ്. അങ്ങനെ വലിയൊരു പെരൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയമൊന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ, ഒരു വീടാണ്. ആരായിട്ട് ഉള്ളിൽ പോലും അറിയില്ല. വലിയ മലയാളിയാണ്, കണ്ടറിയാം, മുസ്ലിമാണെന്ന് അറിയാം. അപ്പോൾ ആണ് കയറുന്നത്. അങ്ങനെ ബെല്ലടിച്ചു. കുറേ കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടൊരു ചങ്ങായി, ഒരു 10 ജീൻസൊക്കെ ഇട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു 30-35 വയസ്സുണ്ടോ, മാക്സിമം 30-35 വയസ്സ്. അപ്പോൾ എന്തിനാണ് വന്നിച്ചു? നമ്മൾ മദ്രസ ഉണ്ടാക്കാനാണ്. അതിൽ വിളിച്ചു, അല്ല ഈ നാട്ടിൽ മുഴുവൻ പള്ളി മദ്രസയാണല്ലോ. ഇവർ ചോദിച്ച ചോദ്യമാണ്, നാട്ടിൽ മുഴുവൻ പള്ളി മദ്രസയാണല്ലോ, എല്ലായിടത്തും പള്ളി മദ്രസയാണല്ലോ, നിങ്ങളെ മദ്രസക്ക് എന്തായാലും പ്രത്യേകത വെച്ചു. പറഞ്ഞു ഞങ്ങളെ മദ്രസക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളെ മദ്രസ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച രാവിലെ തുടങ്ങി ഞായറാഴ്ച ഉച്ച വരെ ഞങ്ങളെ മദ്രസ ഉണ്ടാവുള്ളൂ. കുട്ടീനെ ഏത് സ്കൂൾക്കും നിങ്ങൾക്ക് പറഞ്ഞേക്കാം, ഞായറാഴ്ച കുട്ടീനെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, നിങ്ങളെ കുട്ടീനെ ദീനി നമ്മൾ ഏറ്റെടുക്കുന്നത്. മുമ്പ് 5 ലക്ഷം രൂപ അപ്പം തന്നെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതരോ, ഇങ്ങനെ ഇതിലൊക്കെ പ്രതിഫലം കാണുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ മനസ്സുള്ള ആളുകൾ. ഇതൊന്നും അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. അപ്പം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പരലോകത്തെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് 2 മണി വരെ ജോലി ചെയ്ത് പിന്നെ ഖുർആൻ ഓതിയിരുന്നാൽ പോരച്ചില്ലേ. അപ്പോൾ ഈ ഖുർആൻ ഓതിയിരിക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുക, ഒരാൾക്കൊരു ആശ്വാസം നൽകുക, ഒരു പ്രയാസത്തിൽ നിന്ന് ഒരാൾക്കൊരു സമാധാനം കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ ഒരാൾക്കൊരു വോയിസ് ഇട്ടാൽ മതി, നമ്മളെ അയൽവാസിക്ക് ഇന്ന പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്, എന്നെക്കൊണ്ട് കയ്യിലൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താളി എന്നൊരു വോയിസ് ഇടാൻ നമുക്ക് പറ്റാത്തുണ്ടോ? അങ്ങനെ അതിനൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ഒരു അറിവ്, ഒരു വിശ്വാസം, അതൊക്കെ എന്താണ്? ഒക്കെ അള്ളാഹു ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ അള്ളാഹു നൽകിയ ആയുസ് എപ്പോഴാണ് അള്ളാഹു തിരിച്ചു വിളിക്കാന്നറിയില്ല. അതിൻ്റെ മുമ്പ് പരമാവധി നമ്മൾ അക്കൗണ്ടിൽ കയറ്റാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. നമ്മൾ ഒരു ഗെയിം കളിക്കണം, ഒരു ഗെയിമിഫിക്കേഷൻ എന്നറിയില്ലേ, ജീവിതത്തിനെ ഒരു ഗെയിമിഫിക്കേഷനായി കണ്ട് മാക്സിമം നമ്മൾ അക്കൗണ്ടിലേക്ക് എത്ര കയറ്റാൻ പറ്റുമോ ഒരു നന്മയായിട്ട്. നിങ്ങൾ വെച്ചാൽ പാവപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി, അദ്ദേഹം ഔലിയാ ഉല്ലാഹി വ ഔലിയാ ഉശയാത്തീൻ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യൻ്റെ ഒരു കിതാബുണ്ട്. ഔലിയാ ഉല്ലാഹി വ ഔലിയാ ഉശയാത്തീൻ, അള്ളാൻ്റെ ഫ്രണ്ട്സും ഷെയ്ത്താൻ്റെ ഫ്രണ്ട്സും എന്നാണ് ബുക്കിൻ്റെ പേര്. കിതാബിൻ്റെ പേരതാണ്, അള്ളാൻ്റെ ഫ്രണ്ട്സും ഷെയ്ത്താൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ ആ കിതാബിൽ മൂപ്പരൊരു ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഒരു വിശ്വാസി പൈസക്കാരനാകുകയാണോ നല്ലത്, പാവപ്പെട്ടവനാകുകയാണോ നല്ലതെന്നാണ് ചർച്ച. അതാണ്, ഒരു വിശ്വാസി പൈസക്കാരനാകണാണോ നല്ലത്, പറ്റ ഫക്കീറാകണാണോ നല്ലത്. അപ്പോൾ അതിനിങ്ങനെ ചർച്ച ചെയ്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ പാവപ്പെട്ട സഹാബത്തുണ്ടായിരുന്നു, വളരെ സമ്പന്നന്മാരായ സഹാബികളുണ്ടായിരുന്നു. അപ്പോൾ പാവപ്പെട്ട സഹാബികൾക്ക് അഹ്ലു സുഫക്കാരായിരുന്നു, അവർ മദീനയിൽ തന്നെ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കലായിരുന്നു. അവർക്കിങ്ങനെ ബാക്കി സഹാബിമാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുക്കും, ഈത്തപ്പനൻ്റെ കൊലക്കയറ്റി വരും, പള്ളിയേക്ക് റൂലിക്ക് തിന്നാൻ കൊടുക്കും. അങ്ങനെ ഓരിങ്ങനെ പള്ളിക്ക് ദിക്റും സലാത്തും ചൊല്ലി കുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ പൈസ ഉള്ള സഹാബിമാർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ധനം നന്നായിട്ട് ചെലവഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനും ആവശ്യത്തിനൊക്കെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പം ഒരു മടിയും കൂടാതെ അവർ നിർലോഭം ചെലവഴിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഉസ്മാൻ അള്ളാഹിനൊക്കെ സ്വർഗം നൽകിയെന്നൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര വിഷമമാണ്, പാവപ്പെട്ടവർ. കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ലായിട്ടാണല്ലോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ പൈസ ചിലവാക്കാൻ, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചപ്പം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹും 33 വട്ടം അൽഹംദുലില്ലയും 33 വട്ടം അല്ലാഹു അക്ബറും ചൊല്ലിക്കൊള്ളി, എന്നാൽ നിങ്ങൾക്ക് ഓല ദർജയിൽ എത്താൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു രഹസ്യമായി ചെല്ലാൻ തുടങ്ങി. നമ്മളിപ്പോൾ ചെല്ലി 33 അല്ലാഹു സുബ്ഹാനല്ലാഹല്ലേ, ഇത് അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു രഹസ്യമായി ചെല്ലാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇത് പരസ്യമായി. കാരണം ഒരു മാത്രം അങ്ങനെ ചെല്ലാണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ എണ്ണം പിടിച്ച് ചെല്ലണമെന്ന് ചോദിച്ചു. അത് ഞങ്ങളോട് നബി പറഞ്ഞാൽ, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് നബി പറഞ്ഞാണ് കയറുന്നത്. അപ്പോൾ പൈസക്കാരും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ നബിൻ്റെ അടുത്ത് വീണ്ടും പരാതി പറഞ്ഞു, അല്ല നബിയെ ഇതിപ്പോൾ ഊരും ചെല്ലാൻ തുടങ്ങിയാലപ്പോൾ സുബ്ഹാനല്ലാഹ് ഞങ്ങൾ എന്താ കാട്ടിച്ചു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അത് അള്ളാഹിൻ്റെ ഒരു ഫദ്ലാണ് പൈസ എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ നിങ്ങൾ, അപ്പോൾ
അങ്ങനെ അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ചർച്ച, അതായത് വളരെ പ്രയാസപ്പെട്ട് വളരെ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ദീനിയായ ഒരു മനുഷ്യനാണോ അള്ളാന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ? അതല്ല, ഭയങ്കര പൈസക്കാരൻ, പൈസ കൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും പൈസ, പക്ഷേ അള്ളാന്റെ മാർഗത്തിൽ നിർലോഭം പള്ളി മദ്രസ ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കണ നല്ലൊരു പൈസ ഉള്ള ഒരാൾ. മറ്റത് തീരെ ഒരു ഗതിയില്ലാത്ത ആൾ, പക്ഷെ നല്ല ദീനിയാണ്. ഇതിൽ ഏറ്റവും നല്ലത് ആരാണെന്നുള്ളതാണ് ചർച്ച. അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താ അവസാനം പറഞ്ഞു തരുമോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ്. ഒരാളുടെ പൈസ ഉണ്ടോന്നോ ഇല്ലേ എന്നുള്ളതല്ല, അള്ളാന്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യൻ ഹൃദയത്തിൽ ആരാണോ കൂടുതൽ തെക്കുവയുള്ളവൻ അവനാണ് അള്ളാന്റെ അടുത്ത് ഏറ്റവും പുണ്യവാൻ എന്നാണ്. അപ്പം അത് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ കഴിയാതെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉണ്ട് എന്നോ ഇല്ലേ എന്നുള്ളതല്ല സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ ആയുസ്സിൽ അള്ളാഹു നൽകിയ ഒരു ചെറിയ ആയുസ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കപ്പെടാം. യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു തലച്ചോർക്കുള്ള ഒരു രക്തക്കൊയിൽ ചെറിയൊരു ബ്ലോക്ക് വന്നാൽ സംസാരശേഷി നഷ്ടപ്പെടും, ചലനശേഷി നഷ്ടപ്പെടും. ആലോചിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ കഴിയേണ്ട അവസ്ഥ, സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ കരയാം. ചില പേഷ്യൻസിനെ കാണാൻ ചെന്നാൽ അങ്ങോട്ട് പറയണമെന്ന് മൂപ്പർക്ക് മനസ്സിലാണില്ല, ഇങ്ങോട്ട് എന്തൊക്കെയോ പറയാം, അങ്ങോട്ട് ചോദിച്ചിനല്ല ഇങ്ങോട്ട് പറയാം അല്ലേ, പിന്നെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ചില ആൾക്കാർ പറയും ഉമ്മാക്ക് എല്ലാം അറിയാം, നമ്മൾ സംസാരിക്കണമൊക്കെ ഉമ്മാക്ക് മനസ്സിലാകുന്നുണ്ട്, മങ്ങനെ നുളൊഴിച്ചു ഉമ്മാക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ തലച്ചോറിൽ ഏതോ രക്തക്കൊയിൽ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, കടന്നു വരാം. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് പള്ളിയിൽ പോകാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും നിസ്കരിക്കാനും ഓതാനും ഇതൊക്കെ ഈ കഴിവൊക്കെ ഇപ്പോഴും നിലനിൽക്കണമെന്നില്ല. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കും. ആ അവസാനിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഒരു നല്ലൊരു നിലപാടോടുകൂടി ജീവിക്കാൻ, ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പരീക്ഷണമാണെന്നും എൻ്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ് ഞാൻ എന്നും അവിടെ എനിക്ക് നല്ല സ്ഥാനം ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മണ്ടി എന്നാ പറഞ്ഞേ, ഓടിക്കോളി എന്നാ പറഞ്ഞേ. ഖുർആന്റെ ഓരോ വാക്കല്ലേ, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മണ്ടിക്കോളിടാ എന്ന് പറയില്ലേ, ഓടിക്കോളിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുന്നൊരവസ്ഥ. അതായത് ഓരോ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഓടുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ നമ്മൾ അത് എപ്പോഴുണ്ടാകുക, അത് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുമ്പോഴുണ്ടാകുക. അതാണ് ഒരു വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം അള്ളാഹു പഠിപ്പിച്ചു എന്നാണ്. നിങ്ങൾ വേറെ ആരോടും ചോദിച്ചു നോക്കി, വേറെ ഏത് മതസ്ഥരോടും ചോദിച്ചു നോക്കി, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യം ഒരിങ്ങനെ മാറ്റി പറയും അല്ലേ. ഇപ്പോൾ ഒരു ലെക്ചറാണെന്നുള്ള ലക്ഷ്യം, ലെക്ചറായവർക്ക് ഡോക്ടറേറ്റ് എടുക്കണം എന്നുള്ള ലക്ഷ്യം. അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കുക, നാളെ അള്ളാഹുവിനെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ജീവിതം. അതുകൊണ്ട് ഇതിലെല്ലാം ലാഭമാണ്. അതാ അതിൻ്റെ പ്രത്യേകത. ഇതിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായാലോ അത് ലാഭമാണ്. ഒരു പനി പനിച്ചാൽ ലാഭമാണ്. കാരണം എന്താ, ആ പനിയോട് കുറേ പാപങ്ങൾ പൊറുക്കും, കുറേ ദർജകൾ ഉയരും അല്ലേ, കുറേ പാപങ്ങൾ പൊറുക്കപ്പെടും, കുറേ പുണ്യങ്ങൾ വർദ്ധിക്കും, അക്കൗണ്ടിലേക്ക് കുറേയാണ് കയറി വരും അല്ലേ. ആ സമയത്ത് ഒന്നും പോകാതെ ഇരുന്നെന്തെങ്കിലും ചെല്ലിയാൽ അതും കിട്ടും, ആ പഞ്ചീനെ തന്നെ കുറേ കിട്ടും. വെറുതെ ആ പനി ഇതൊരു പണ്ടാറ പനി എന്ന് മാത്രം പറയാൻ തന്നെ അപ്പോഴേ ഇതൊക്കെ മുടങ്ങി കിടക്കുമ്പോഴല്ലോ ഒരു പണ്ടാറ പനി നേരത്തെ വന്നു കൂടിക്കണമെന്ന് മാത്രം പറയാതെന്നാ മതി, എന്നാൽ തന്നെ ആ പഞ്ചീൻ്റെ ഒക്കെ കിട്ടും, പാപങ്ങൾ പൊറുക്കും, ദർജകൾ കൂടും. ഞാൻ സമയം കുറച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലും, ഖുർആൻ ആയത്ത് പഠിച്ചിട്ട് നല്ല എന്തെങ്കിലും അറിവൊക്കെ നേടി കുറച്ച് ക്ലാസ്സൊക്കെ കേട്ട് ഒന്നുകൂടി നന്നായാൽ ദർജ ഒന്നും കൂടി കൂടും സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതെല്ലാം അവസരമാണ്, എല്ലാ അവസരവും. ഒരു ചെറിയ പ്രയാസം, ഒരു മുള്ളു തറച്ചാൽ അല്ലേ, ഒന്നെവിടെയെങ്കിലും ഒന്ന് വെച്ച് കുത്തിയാൽ, ഒരു മനസ്സിന് ചെറിയൊരു പ്രയാസമേറ്റാൽ പോലും അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവന് പോസിറ്റീവാണ്, അതവന് നല്ലതാണ്, നന്മയാണ്. അതുകൊണ്ട് അതെന്ത് വേണം, ഈ ദീന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തൗഹീദിന് ഒരു കോംപ്രമൈസും പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതെന്താ, അത് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയും തോറും അള്ളാഹുവിന്റെ ആ പ്രയോഗം തന്നെ ആലോചിക്കി, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ യാതൊരു ബലാത്കാരമില്ല. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കാൻ ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിക്കൂല. പക്ഷെ എന്താ, നിങ്ങൾ അള്ളാഹ് നിങ്ങൾ അറിയണം. അറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അള്ളാഹു ആരാധനയ്ക്ക് ഏറ്റവും അർഹനായവനാണ് അള്ളാഹു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറാവുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ ഓരോ ഗുണങ്ങൾ, അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് അറിയുമ്പോൾ നോക്കി, ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് സംഭവിച്ച പ്രയാസങ്ങൾ, അതിന് ഞാൻ ഇതിനൊരു പരിഹാരം, ആ പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ആ അറിയുന്നവൻ മാത്രമല്ല, ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന മുജീബാണ് എൻ്റെ റബ്ബ്, ആ പ്രാർത്ഥന അറിയുന്ന അലീമാണ് എൻ്റെ റബ്ബ്. ആ പ്രാർത്ഥനയുടെ
ആ പ്രാർത്ഥനയ്ക്കുള്ള പരിഹാരം, ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. ഇതൊക്കെ അള്ളാഹുവിനെ പറ്റി അറിയുമ്പം ആ അള്ളാഹുവിനോട് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും? അല്ലേ? എല്ലാം അറിയുന്ന, എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അറിയുന്ന, എല്ലാ പ്രതിസന്ധികളും അതിൻ്റെ പരിഹാരങ്ങളും അറിയുന്ന, ആ പരിഹാരങ്ങൾ എനിക്ക് നൽകാൻ കഴിവുള്ള എൻ്റെ റബ്ബിനോട് ഞാൻ എങ്ങനെ പറയാതിരിക്കും? ആ റബ്ബിനോട് ഞാൻ എങ്ങനെ ഭരമേൽപ്പിക്കാതിരിക്കും? എൻ്റെ പ്രയാസങ്ങൾ ആ റബ്ബിൽ ഞാൻ എങ്ങനെ ഇറക്കി വെക്കാതിരിക്കുന്നു? പണ്ട് ഞാനിങ്ങനെ ചാടിക്കുമ്പോഴേ എൻ്റെ കൂടെയുള്ള ഒരു കൊളീക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അദ്ദേഹം ചെറിയൊരു ടെൻഷനുള്ള ആളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു. ഒമ്പരിനോട് പറഞ്ഞത്, ഭാവി ആലോചിച്ചിട്ടാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ഭാവി, ഇതിൻ്റെ ജോലി, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ? ഇപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയാൽ ഈ സ്ഥാപനം പൂട്ടിപ്പോകുമോ? ആൾക്കാർ കുറയോ? നിങ്ങൾ ബേജാറ്, കസ്റ്റമേഴ്സ് കുറയോ? അപ്പുറത്ത് വേറെ ഒന്ന് വരുമോ? ഇത് പൂട്ടുമോ? ഇത് പൂട്ടിയാൽ ഞാനെന്താ കാട്ടുക? ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇങ്ങനെ ആലോചിക്കുക. ഇതിങ്ങനെ ഒരാൾ ആലോചിച്ചപ്പോൾ എന്താവും? ബേജാറാകന്നെ. ഇപ്പോൾ എനിക്ക് കൊറോണ വരുമോ? എനിക്ക് കൊറോണ വരുമോ? ഞാൻ മരിച്ചോ? അങ്ങനെ ഒരാൾ ആലോചിച്ചാൽ എന്തായി? അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമാണ്. എന്നോട് ചോദിക്കണേ, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കണേ, നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ ചോദിച്ചാൽ. അവൻ എനിക്ക് ഇത്ര സുഖം അല്ല, നിങ്ങൾക്ക് പിന്നെ എല്ലാം മൂപ്പരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇത് എല്ലാം പഠിച്ചോണ്ട് ഏൽപ്പിച്ചാൽ നിങ്ങൾ ഫുൾ ഫ്രീ ആണല്ലോ. ഇപ്പോൾ പരിഹസിച്ചിട്ടാണ് ചോദിച്ചതെങ്കിലും മുമ്പ് പരിഹസിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, നമുക്ക് എന്ത് സുഖം? അല്ല, നിങ്ങൾക്ക് പിന്നെ എല്ലാം മൂപ്പരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് നടന്നാൽ മതിയല്ലോ. നമ്മളെല്ലാം പഠിച്ചോണ്ട് ഏൽപ്പിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കാം. നിങ്ങൾ ചോദിക്കുക, അത് അങ്ങനെ അത് നിങ്ങൾ ഏറ്റവും, അതായത് ഞാൻ ഇതിന് ഏറ്റവും ലളിതമായ പരിഹാരം എന്താണെന്ന് ചോദിച്ചു. ഈ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞപ്പം അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പം അതിന് മുപ്പര് പറഞ്ഞ മാർഗ്ഗം തന്നെയാണ്. അത് നിങ്ങളെ മാതിരി ആയാൽ മതി. നിങ്ങളെ മാതിരി എന്താ? അതെല്ലാം പഠിച്ചോണ്ടിരിക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുക. ആലോചിക്കുക, ഭയങ്കര സംഭവമല്ലേ? നമ്മളെല്ലാ വിഷമങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ച് നമ്മളെന്തിനായാലും ബേജാറാണ്? ഇതെല്ലാം തരുന്നതാരാ? പടച്ചോനാണ്. ഇതെല്ലാം കാണുന്നതും അറിയണമൊക്കെ പടച്ചോനാണ്. നമ്മളെന്തിനാണ്? നമുക്ക് ഒരു പരീക്ഷയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പഠിക്കാം, നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും, നമ്മൾ പഠിക്കാം, ബാക്കിയല്ല. ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മളെ നന്നായിട്ട് മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് അതിന് ഗ്രൗണ്ട് വർക്ക് നടത്തി, അതിന് നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്തു, അതിൻ്റെ പഠനങ്ങൾ നടത്തി. അപ്പോൾ അവിടെ ഒരു സ്ഥാപനം വന്നാൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എല്ലാം നമ്മളൊരിത് വെച്ചിട്ട് മാനസികമായിട്ടൊക്കെ റെഡിയായിട്ട് നമ്മൾ തുടങ്ങി. പിന്നെ പടച്ചോനെ ഏൽപ്പിക്കല്ലാതെ നാളെ എന്ത് വരും നമ്മളെ കയ്യിലല്ല. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ബാക്കി പടച്ചോൻ പടച്ചോൻ സംരക്ഷിക്കും. അല്ലെങ്കിൽ പടച്ചോനെ അത് ഇനി നഷ്ടമായി, അത് പൂട്ടേണ്ടി വന്നു, അതിലിപ്പോൾ എന്താ ഒരു വിഷമമില്ല. കാരണം എന്താണ്? അത് പടച്ചോൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം നമ്മൾ പൂർണ്ണ തൃപ്തിയോടുകൂടി അംഗീകരിക്കാൻ. അതാണ് ഏതൊരു അല്ലാഹുവിൻ്റെ തീരുമാനത്തിലും സംതൃപ്തമായ ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ മാറ്റമാണ്. അത് ഭയങ്കരമായത് ഒരാളെ കൊണ്ട് പറ്റാത്ത കാര്യം, ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഏത് തീരുമാനത്തിലും അത് നമുക്ക് പ്രതികൂലമാണ് എന്ന് തൽക്കാലം നമുക്ക് തോന്നുന്നതാണ്. അത് അനുകൂലമായിരുന്നു എന്ന് അവസാനം പരലോകത്ത് വെച്ചെങ്കിലും നമ്മൾ തിരിച്ചറിയണേ ഒരവസ്ഥ ഉണ്ടാവും, അല്ലേ? അതായത് ഒരാൾ പറയുമെന്നാണ്, എൻ്റെ ഒരു പ്രാർത്ഥനക്കും അള്ളാഹു ദുനിയാവിൽ ഉത്തരം നൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഈ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് നാളെ പടച്ചോൻ നൽകുന്ന പ്രതിഫലം കണ്ടിട്ട് നാളെ മഹ്ശറിൽ വെച്ച് പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ എത്രയോ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മകന് ഫസ്റ്റ് റാങ്ക് കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകൻ പാസ്സായിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനക്കൊക്കെ എന്തുണ്ടാവും? നാളെ പടച്ചോൻ ഒരു പ്രതിഫലം തരും. കാരണം അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. അതൊരിക്കലും എന്ത് ചെയ്യൂല, അത് നഷ്ടം വരില്ല. അതിന് നാളെ പടച്ചോൻ കൂലി തരും. അപ്പോൾ ആ കൂലി നഷ്ടപ്പെട്ട സ്വീകരിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്ക് 3 തരത്തിലാണ് ഉത്തരം നൽകുക. ഒന്ന് ചോദിക്കണം അതേമാതിരി തരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തരും. എന്ത് ചെയ്യും? അത് തരൂല, പകരം അതിനേക്കാൾ ഹൈറായ വേറെന്തെങ്കിലും തരും. 3 തിരയില്ല. പക്ഷേ ആ തെരാത്തീൻ എന്ത് ചെയ്യും? ആ തെരാത്തീന് പടച്ചോൻ ഭയങ്കരമായ പ്രതിഫലം നാളെ തരും. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിഫലം കാണുമ്പം ഒരാൾ പറയുന്നതാണ്, എൻ്റെ ഒരു പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതായത് രോഗം വന്നിട്ട് രോഗം കാരണം പരലോകത്ത് ദറജ ഉയരുന്ന ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് അസുഖം വരാത്ത ആളുകൾ പരലോകത്ത് പറയുന്നതാണ്, ഒരു കത്തിയോണ്ട് മുറിയാക്കിയിട്ട് അങ്ങനെ കഷ്ണിച്ച് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പ്രതിഫലം കിട്ടുന്ന അങ്ങനെ ആഗ്രഹിച്ചു പോകുമെന്ന് ആളുകൾ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നതാണ്. അതായത് ഈ രോഗികളും ഈ വേദനയും പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം കാണുമ്പം അവർ ആഗ്രഹിച്ചു പോകുന്നതാണ്. അപ്പം അത്രയും ഇതൊന്നും നഷ്ടമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിന്നെ ദുനിയാവ് നമ്മൾ താരതമ്യപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അതുണ്ടെന്നോ നമ്മളെ അയൽവാസിക്ക് ഇതുണ്ടോ എന്നോ അതെന്താ അറിയോ, അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചു പോകരുത്.
നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഈ 2 കണ്ണ് അല്ലേ, നമ്മൾ പ്രവർത്തിക്കുന്ന 2 കിഡ്നികൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം, ആരോഗ്യമുള്ള ഈ ശരീരം, ഇത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഒരു അസുഖം വന്നാൽ ഏത് സമ്പന്നനാണെങ്കിലും മുഴുവൻ സമ്പത്ത് ചെലവഴിച്ചിട്ടും ആരോഗ്യം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് തയ്യാറാകും. എല്ലാം പെരയും കിടപ്പാടൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്യും, ചികിത്സിക്കുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടി? ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങളാവശ്യം അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈ ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകുക. കുറേ കിട്ടണില്ല, കുറേ കിട്ടുക എന്നുള്ളതല്ല, കിട്ടിയതിൽ സംതൃപ്തമാകാൻ പറ്റിയ ഒരു മനസ്സുണ്ടെങ്കിൽ എന്താ പറയുക, അത് ഭയങ്കര ഒരു അസറ്റാണ്. നേരെ മറിച്ച് നമ്മൾ എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സാണെങ്കിൽ കിട്ടണിൽ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ സംതൃപ്തനാവില്ല. ഇപ്പം നമ്മൾ വരുമാനം ഒരു മാസം 1 ലക്ഷം എല്ലാ ചെലവും കഴിച്ചിട്ട് 1 ലക്ഷം കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ 1 ലക്ഷം കിട്ടിയ പോരെന്ത് ചെയ്തു, ഒരു വാക്ക് മാറ്റി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പോരാ, അത് പിന്നെ ഒന്നിന് ത്രില്ലുണ്ടാവില്ല. ഒരു 4-5 മാസങ്ങൾക്ക് 1 ലക്ഷം കിട്ടിയാൽ പിന്നെ ഒന്നിൽ ത്രില്ലില്ല. പിന്നെ അത് 1.5 ആകണം. പിന്നെ 1.5 കുറച്ച് കഴിഞ്ഞാൽ 1.5ക്ക് ത്രില്ലുണ്ടാവില്ല. പിന്നെ 2 ആകേണ്ടി വരും, പിന്നെ 10 ആകേണ്ടി വരും. ഒരു ഷോപ്പ് ഇട്ട് കണ്ട് ആൾക്കാർ പറയല്ലോ, എൻ്റെ ആ ഷോപ്പ് ഒന്ന് സക്സസ് ആയാൽ ഞാൻ ഇതൊക്കെ നിർത്തുകയാണ്, ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഒന്ന് ഉസാറാവും പറയും. എവിടെ അത് ക്ലിക്കായാൽ വേറെ ഷോപ്പ് ഇടും. നാട്ടിൽ 3 ഷോപ്പായാൽ പിന്നെ ദുബായിൽ ഷോപ്പ് ഇടും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഷോപ്പ് അവിടെയാണ് അറിയും. അവിടെ ഇപ്പോൾ ഇവിടെ അല്ല, അപ്പോൾ അവിടെയാണ് അറിയും. അപ്പോൾ അവിടുത്തെ ഷോപ്പ് പിന്നെ ഇപ്പോൾ കുറേ ദിവസം കാണാനല്ല. അപ്പോൾ ചോദിച്ചപ്പോഴോ അത് അവിടെ വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. അവിടെ വലിയ പ്രതിസന്ധി വന്നിട്ട് ഇപ്പോൾ മുപ്പര് ദുബായിത്തെ ഷോപ്പിൽ ചെറിയ പ്രശ്നം. മുപ്പര് ഇവിടെ പോകുന്ന സമയത്ത് പാർട്ണർ ആകെ പറ്റിച്ചിരുന്നത്. എന്നിട്ട് ആകെ പറ്റിച്ച് മുപ്പര് അവിടെ കുടുങ്ങി കിടക്കുന്നത്. ഇവിടെ മര്യാദയ്ക്ക് നടന്നിരുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് ദുനിയാവിൻ്റെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ഷോപ്പ് ഒന്നും നിൽക്കില്ല. നമുക്ക് ലാഭമായാൽ അത് 2 ആവും 3 ആവും, പിന്നെ അത് ശൃംഖലകളാവും. അതുവരെ ഒരു ഷോപ്പായ കാലത്ത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നല്ല, അതാ ചെക്കന്മാരാ നോക്കിയത്. ഇപ്പോൾ 5-6 ഷോപ്പായപ്പോൾ 4 മണിയാകുമ്പോൾ തന്നെ ചോദിക്കും ഓരോന്നിനും കണക്കത്ര. കാരണം എന്താ അറിയോ, ഇത് അടഞ്ഞത് ഊരിയെടുത്ത് പോകണം, കറണ്ട് ബില്ലടക്കണം. ഇപ്പോൾ പണ്ടത്തെക്കാൾ ചിന്തകളാണ് അല്ലേ. അപ്പോൾ ഇത് ദുനിയാവിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ദുനിയാവിൻ്റെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ആഖിറ നഷ്ടം. ഇത് ഖൈർ, നമ്മൾ പറഞ്ഞു അവന് ഭയങ്കര ഖൈറാണ്. നിങ്ങൾ ഖൈറാണോ ഷർറാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ നമ്മൾ വേറെ നമ്മളെ കാര്യം ആലോചിക്കേണ്ട ഒരു 2-3 പോയിന്റാണ്. ഒന്നെന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഷോപ്പിൻ്റെ എണ്ണം കൂടിക്കോട്ടെ, ഷോപ്പിൻ്റെ എണ്ണം കുറഞ്ഞോട്ടെ. നിങ്ങൾ കൂടിയാൽ ഖൈറാണോ, നമ്മൾ പറഞ്ഞു ഖൈറാണെന്ന്. പക്ഷെ ഖൈറാണെന്ന് ശരിക്കും പറയണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ പണ്ട് നിസ്കരിച്ചതിനത്ര ഇപ്പം നിസ്കരിച്ചിട്ടുണ്ടോ? പണ്ട് ഖുർആൻ ഓതിനത്ര നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ? പണ്ട് സ്വതക്ക കൊടുത്തതിനത്ര നിങ്ങൾ സ്വതക്ക കൊടുത്തുണ്ടോ? പണ്ടുള്ള ഇഖ്ലാസിൻ്റെ അത്ര നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം, ദീനോടൊക്കെ താല്പര്യവും സ്നേഹവും ഉണ്ടോ? എന്നാൽ നിങ്ങൾ വിജയത്തിലാണ്. അല്ല, നിങ്ങളെ ദുനിയാവ് കൂടിയപ്പം ഇതൊക്കെ താഴത്തേക്ക് വന്നുകണോ? നിങ്ങൾ പഴയ പോലെ ജമാഅത്തിന് വരുന്നില്ല, പഴയ പോലെ ഓതാനല്ല, പണ്ടത്തെ പോലെ പള്ളിക്ക് ഇത്തിക്കാഫിന് കാണുന്നില്ല, ഇപ്പോൾ പരിപാടിക്കൊന്നും വിളിച്ചാൽ വരുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരോട് താടി എന്തൊക്കെ വെച്ച ആൾക്കാരോട് ഇപ്പോൾ പഴയ ഒരു സ്നേഹമൊന്നുമില്ല. ഒരു കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം പിരിവിനെന്നൊക്കെ പറയലും. അങ്ങനെ നിങ്ങളെ സമീപനത്തിന് മാറ്റം വന്നുകണോ? എന്നാൽ നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾ ദുനിയാവ് കൊണ്ട് പൊളിയാൻ പോണ ആളാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അത് ഖൈറാകട്ടെ ഷർറാകട്ടെ. ഷെർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ഷർറാണെന്നല്ല. നമുക്കൊരു പ്രയാസം, ഒരു മെച്ചാകട്ടെ ഒരു പ്രയാസമാകട്ടെ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ചാൽ, ആ ഖൈർ കൊണ്ടും അല്ലെങ്കിൽ ആ എളുപ്പം ആ നല്ലത് കൊണ്ട് അല്ലെങ്കിൽ ആ പ്രയാസം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുത്തുകണമെങ്കിൽ അത് ഖൈറാണ്. അത് രോഗമാകട്ടെ, ഒരു കച്ചവടം നല്ല ലാഭമുള്ളൊരു കച്ചവടം നമുക്കുണ്ടായി, അതുകൊണ്ട് നമ്മൾ നല്ല നിസ്കാരം പള്ളിക്ക് ഒന്നുകൂടി ഉസാറാക്കി, ഒന്നുകൂടി സ്വതക്കൊക്കെ കൂട്ടി പാവങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്നുകൂടി സഹായിക്കാൻ തുടങ്ങിയെങ്കിൽ അത് ഖൈറാണ്. അതല്ല, നമ്മൾ ദുനിയാവിൻ്റെ കാര്യം മെച്ചപ്പെട്ടപ്പം നമ്മൾ ദീനിന് താഴത്തേക്ക് പോയിണെങ്കിൽ അത് നമുക്ക് ഷർറാണ്. അത് ഷർറാണ് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഒരു പ്രയാസമാണെങ്കിലും ആ പ്രയാസം കാരണം നമ്മൾ ഒന്നുകൂടി നിസ്കാരം, രാത്രി തഹജ്ജുദും പ്രാർത്ഥനയൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാണെങ്കിൽ അത് ഖൈറാണ്. അല്ല, നമ്മൾ ആ പ്രയാസത്തിൽ നിരാശ പൂണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരീക്ഷണമാണ്, അത് ഷർറാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് മതാവുൽ ഖുറൂറാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ. കാരണം ശൈത്താൻ ഇപ്പം എന്താ പറയുക, ഏതൊരു കാര്യവും ഒരു തിന്മയുടെ രൂപത്തിലല്ല വരിക. നമ്മൾ മനസ്സിലാക്കണം, തിന്മയായിട്ടല്ല വരിക. തിന്മ അലങ്കൃതമായിട്ട് അത് നല്ലതായിട്ട് തോന്നിച്ചിട്ടാണ് നമുക്ക് വരിക. അല്ലാതെ ഒരു വിശ്വാസിയെ ഒരിക്കലും എന്ത് ചെയ്യാവില്ല, ഒരു തിന്മയുടെ രൂപത്തിൽ നേരെ വന്ന് വ്യഭിചരിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയൂല. അപ്പോൾ നേരെ മരിച്ചെന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാർക്കറ്റിംഗ് ആണ് പറഞ്ഞ് ആളെ വെക്കും, അസിസ്റ്റന്റിനെ വെക്കും, ഒപ്പം വെക്കും. അങ്ങനെ ഒരു വ്യഭിചാരത്തിൻ്റെ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ പതുക്കെ അതിലേക്ക് വരിക.
അല്ലാതെ നേരെ ഒരു വിശ്വാസി പോയിട്ട് വ്യഭിചരിക്കൂല. അതുകൊണ്ടാണ് വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. വ്യഭിചാരത്തിന്റെ എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം എന്ത് ചെയ്തത്? ഇസ്ലാം ബാൻ ചെയ്തത്, ഇസ്ലാം അത് വിരോധിച്ചത് അത് വ്യഭിചാരത്തിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ തിന്മയിൽ കൊടുക്കാൻ ഇബ്ലീസിന് കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അലങ്കൃതമായി തോന്നിച്ച് മെല്ലെ മെല്ലെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ചെറിയ തെറ്റുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കാണുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. കാരണം ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തെറ്റിലുള്ള നിലപാടുകൾ നമ്മൾ മയപ്പെട്ടു പോകും. ഒരു ചെറിയ തെറ്റിങ്ങനെ നിരന്തരം ചെയ്യുമ്പം ആ ചെറിയ തെറ്റിനോടുള്ള നിലപാടുണ്ട്. കാരണം തെറ്റ് ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുക എന്ന ഒരു നിലപാട് തെറ്റ് ചെറുതാണെങ്കിലും അതിലുണ്ട്. ആ നിലപാടിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ ചോദ്യം ചെയ്യുന്നത്. അത് നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഗൗരവം പോവും, തെറ്റിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് വലിയ തെറ്റ് എന്താവില്ല, ഒരു പ്രശ്നമായി തോന്നൂല. വലിയ തെറ്റ് ചെയ്താൽ പിന്നെ എന്താ നിങ്ങൾ, പിന്നെ വലിയ തെറ്റ് ഒരിട്ടം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ തൗബ ചെയ്യും. അത് നിരന്തരം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ തൗബ ചെയ്യൂല എന്ന് മാത്രമല്ല, ആ തെറ്റിനെ ന്യായീകരിക്കണ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. തെറ്റിനെ ന്യായീകരിക്കും. ഇപ്പോൾ നിങ്ങൾ പലിശ വാങ്ങി ലോൺ എടുത്തു, അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ തോന്നും വലിയ തെറ്റായിപ്പോയി, കുറ്റബോധമൊക്കെ തോന്നും. പിന്നെ 2 ലോണും 3 ലോണൊക്കെ ആകുമ്പം നമ്മളെന്ത് ചെയ്യും, പിന്നെ ലോണിനെ ന്യായീകരിക്കും. അതൊന്നും ഇപ്പം അങ്ങനെ ഒരു പലിശയായിട്ട് കൂട്ടാൻ പറ്റുമോ? ആ മാതാവിനെ വ്യഭിചരിക്കുന്ന പലിശ എന്നൊക്കെ പറഞ്ഞതിൽ ഈ 6% വാഹന ലോണൊന്നും അതിൽ പെടുന്നില്ല. അതൊക്കെ ഇപ്പോൾ അത്ര കാരണം കൂട്ടുപലിശയാണ്. അങ്ങനെ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളത് എന്താ, നിങ്ങൾ അത് തെറ്റല്ല, അത് കുഫ്റാണ്. ഇത് പലിശ അല്ല എന്ന് പറയുന്നത്, പലിശ ഹലാലാണെന്ന് പറയുന്നത്, പലിശയിലൊന്നും അത്ര വലിയ തെറ്റില്ല എന്ന് പറയുന്നത് പലിശ വാങ്ങുന്നതിനേക്കാൾ എന്താണ് ഗൗരവമാണ്. കാരണം അത് കുഫ്റാണ്. അപ്പോൾ പാപങ്ങളുടെ അനന്തരഫലങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഒരു നന്മ 1000 നന്മയിലേക്ക് വാതിൽ തുറക്കുന്ന പോലെ ഒരു തിന്മ എന്ത് ചെയ്യും, 1000 തിന്മകളിലേക്ക് എന്ത് ചെയ്യും, വാതിൽ തുറക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മാർഗം, ഒന്ന് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, ആ അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ ഇപ്പോൾ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാം. അതന്നെ ഏറ്റവും വലിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഇഖ്ലാസ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പം അതിന് വലിയ പ്രതിഫലമുണ്ട്, അല്ലേ? ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും. അതല്ലാത്ത കർമ്മങ്ങൾ നാളെ അള്ളാഹു പറത്തിക്കളയുന്നതാണ്. അള്ളാഹിൻ്റെ തൃപ്തിക്കല്ലാത്ത ചെയ്ത കർമ്മങ്ങൾക്ക് ഒരു വിലയും നാളെ പരലോകത്ത് വിചാരണയിൽ അള്ളാഹു കാണൂല എന്നാണ്. അതൊക്കെ പറത്തി പൊടിയാക്കി വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണത് എത്ര ചെറുതാണെങ്കിലും അത് റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, ഇഖ്ലാസോടുകൂടി. അതേപോലെ തന്നെ ഇത്തിബാഓടുകൂടി അള്ളാഹുവിൻ്റെ റസൂല് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യാതെ. ഇതാണ് ദീന്. ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ്. അത് നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് ഇല്ല, ഒരു ചോയ്സ് ഇല്ല. ദീനിൽ നമുക്ക് ചോയ്സ് ഇല്ല. നമുക്ക് എന്തിലേ ചോയ്സ് ഉള്ളൂ, മുസ്ലിം ആകണോ ആകണ്ടേ എന്നതിനെ നമുക്ക് ചോയ്സ് ഉള്ളൂ. മുസ്ലിം ആയാൽ പിന്നെ നമുക്ക് എന്തില്ല, പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല. പിന്നെ അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ദീന്. അള്ളാഹും റസൂലും കൽപ്പിച്ചതിന് ലംഘിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ചോയ്സ് ഇസ്ലാമിലില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് അറിയുക, അത് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു നിയമലംഘനം നടത്തിയിട്ട് കോടതിയിൽ പോയിട്ട്, ഇന്ത്യൻ കോടതിയിൽ പോയിട്ട് എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇഗ്നറൻസ് ഓഫ് ദ ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. നിയമം അറിയില്ല എന്നത് എന്തല്ല, ഒരു എക്സ്ക്യൂസ് അല്ല. ഇത് ആധുനിക കോടതിയിൽ പോലും അത് എക്സ്ക്യൂസ് അല്ല. അപ്പോൾ നാളെ പടച്ചോൻ്റെ അടുത്ത് എങ്ങനെ പിന്നെ അത് എക്സ്ക്യൂസ് ആകാം? എനിക്ക് അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കണ്ണ് നൽകി, 2 കാത് നൽകി, ചിന്തിക്കാനുള്ള തലച്ചോറ് നൽകി, ഇതൊക്കെ നൽകിയ അള്ളാഹു, ആ അള്ളാഹിനോട് എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് അറിയില്ല എന്ന് സഹോദരങ്ങളെ, ഇതൊന്നും ഞാൻ മനസ്സിലാക്കില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചോ, എന്താണ് ദീന് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വഞ്ചിക്കപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് നമസ്കാരമാണ്, നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം നമ്മൾ ഖുശൂഓടുകൂടി, അതിൻ്റെ അവസാനത്തെ ഓരോ നിസ്കാരം നിസ്കരിച്ചുമ്പോഴും ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ഒരു ബോധത്തോടു കൂടി ആ നമസ്കാരത്തിലേക്ക് ബാങ്കോടുകൂടി. ഇപ്പോൾ ആൾക്കാർ ഖുശൂ കിട്ടില്ല. ഖുശൂ കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് നമ്മൾ നമസ്കാരത്തെ കാണേണ്ട പോലെ കാണണം. ആ ബാങ്ക് വിളിക്കണതിന് എന്തിനാണ്? ബാങ്ക് വിളിക്കുന്ന നിസ്കാരത്തിലേക്ക് തയ്യാറായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏർപ്പാടൊക്കെ നിർത്തി നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിന് ഉത്തരം നൽകി നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ അവസാനിപ്പിച്ച് പള്ളിയിലേക്ക് വന്ന് ഒതു എടുത്ത് എന്താണ് ആ ഒതു എടുക്കുന്ന പാപങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് പാപങ്ങൾ, ഒതുവിൻ്റെ അവയവങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഇളച്ചക്കി നമ്മൾ ഒതുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് വേണ്ടി ആ സൊഫിൽ വന്നിരിക്കുമ്പം എത്ര പ്രതിഫലമാണ് ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഖുർആനോദാണെങ്കിൽ ഖുർആനോദാം. അത് കഴിഞ്ഞിട്ട് ആ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ
അങ്ങനെ നമ്മളിത് അവസാനത്തെ നിസ്കാരമാണ് നിസ്കരിക്കണം എന്നുള്ളൊരു ബോധത്തോടു കൂടി ആ പറയുന്ന കാര്യങ്ങളൊക്കെ, നിസ്കാരത്തിൽ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ഒരർത്ഥം പറഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, എത്രയോ തവണ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. ഒരു നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ തന്നെ എത്രയോ എണ്ണിക്ക് അവിടെ ഇവിടെ എഴുതിച്ചു, ഇപ്പോൾ കാണാനല്ല, എത്രയോ നമ്മളൊരു ദിവസം പറയണം, മിനിമം പറയേണ്ട അള്ളാഹു അക്ബർ അല്ലേ. ഒരു ബാങ്കിന് ഉത്തരം നൽകുമ്പോൾ അള്ളാഹു അക്ബർ, ബാങ്കിലുള്ള അള്ളാഹു അക്ബർ, അതിനുശേഷം നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ, സുന്നത്തിലും ഫർദിലുള്ള അള്ളാഹു അക്ബർ, പിന്നെ നിസ്കാരം കഴിഞ്ഞാലുള്ള 33 അള്ളാഹു അക്ബർ. അങ്ങനെ അങ്ങോട്ട് എടുത്തു നോക്കി ഒരു ദിവസങ്ങൾ എത്ര അള്ളാഹു അക്ബർ പറയുന്നുണ്ട് അല്ലേ. ഞാനൊക്കെ പണ്ട് ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പം റിയലി എന്നൊക്കെ പറയും. റിയലി എന്നുള്ള വാക്ക് ഒരു 36 വട്ടമൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിക്കും ടീച്ചർ ഓരോ റിയലി പറയുമ്പോഴും എത്ര റിയലി പറയുന്നുണ്ട്. ഇന്ന് 16 വട്ടം പറഞ്ഞു, ഇന്ന് 22 വട്ടം പറഞ്ഞു. അപ്പോൾ ഞാനും ചിലപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ചില ആൾക്കാർ അയച്ചു തരും, നിങ്ങളെ വാക്കിൽ യഥാർത്ഥത്തിൽ നിന്നൊക്കെ ഇടക്കിടക്ക് പറയേണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ, അപ്പോൾ അങ്ങനെ ചില വാക്ക് നിരന്തരം പറയും. നിങ്ങൾ ഇത് അള്ളാഹു അക്ബർ എന്നുള്ളൊരു വാക്ക് നമ്മളൊരു ദിവസത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒരു അള്ളാഹു അക്ബർ എങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞണമെങ്കിൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിൻ്റെ ഒരു വലിപ്പമല്ലല്ലോ സത്യത്തിൽ, അള്ളാഹുവിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ ഗാംഭീര്യം അല്ലല്ലോ അള്ളാഹു അക്ബർ എന്നുള്ളത്. എന്താണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? ഒരു നിലപാടാണ്. എന്തിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പടച്ചോനാണ്. അത് എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. എൻ്റെ റബ്ബ് എന്താണോ പറഞ്ഞത് അതാണ് എൻ്റെ അഭിപ്രായം. ഹിജാബിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഇളകണ്? ഹിജാബ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇളകണം. എന്തുകൊണ്ടാണ്? ഹിജാബിൻ്റെ വിഷയത്തിൽ നമുക്കൊരു ഇവിടെ ആര് ചാനൽ ചർച്ച നടത്തിയിട്ടോ അല്ലെങ്കിൽ ഭരണഘടനാ സമിതി കൂടി ആലോചിച്ചിട്ടോ തീരുമാനം പറയേണ്ട വിഷയമല്ല. ഹിജാബിൻ്റെ വിഷയത്തിലെ തീരുമാനം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. അതിന് ചർച്ച നടത്താനൊന്നുമില്ല. അതൊക്കെ ചർച്ച നടന്നു കഴിഞ്ഞതാണ്, അതൊക്കെ പ്രഖ്യാപിച്ചതാണ്. അതിന് നടപ്പാക്കാൻ ആര് തയ്യാറുണ്ട്, അതാര് സ്വീകരിക്കാൻ തയ്യാറൊന്നുണ്ട് എന്നൊരു ചോദ്യം മാത്രമേ, അതിനുള്ളൊരു നിലപാട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അല്ലാതെ അതിലൊന്നും ഇനി ചർച്ചല്ല. നമ്മുടെ സഹോദരങ്ങളെ, അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അള്ളയും റസൂലും പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിലപാട്. അത് ഈ ആധുനിക ജീവിതത്തിൽ ഈ ഏത് പ്രതിസന്ധിയിലും ആ നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കാണോ മാനസികമായി സാധിക്കുന്നത് അവനാണ് ജീവിതത്തിൽ വിജയിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം അല്ലേ. നമുക്ക് തോന്നിയത് നമുക്ക് പറ്റിയതിനൊക്കെ നമ്മൾ ഇസ്ലാം എടുക്കുക, നമുക്ക് പറ്റാത്തതിനൊക്കെ നമ്മൾ ഇസ്ലാമിനെ പുറത്തു നിർത്തുക. അത് സഹോദരങ്ങളെ അതല്ല ഒരു മുസ്ലിമിൻ്റെ നിലപാട്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം എന്നാണ്. അവിടെ അള്ളയും റസൂലും എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അതൊക്കെ നമ്മൾ പാലിക്കണം. അവിടെ നമുക്ക് യാതൊരു ചോയ്സും ഇല്ല. അതുകൊണ്ട് കഴിയുന്നത്ര ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ്. നാളെ മരിച്ചാൽ നേരത്ത് മലക്കുകൾ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് വേറെ നാട്ടിലേക്ക് പുറപ്പെട്ടില്ല എന്ന് മലക്കുകൾ ചോദിക്കുന്നതാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മലക്കുകളോട് ആളുകൾ പറയുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് അതിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മറുപടി പറയുന്ന ആളുകളോട് ഖുർആനിൽ മലക്കുകൾ ചോദിക്കുന്ന പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് വേറെ നാട്ടിലേക്ക് പോയില്ല എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ദീൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് നമ്മൾ അടിയറവ് പറയേണ്ട ഒരു വിഷയമല്ല. അത് പറ്റൂലെങ്കിൽ പറ്റുന്ന സ്ഥലത്തേക്ക് പോയിക്കോളി എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതിന് സാഹചര്യം ഇല്ലെങ്കിൽ മാത്രമേ അവിടെ ചർച്ചയുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ദീന് കാണുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ദീനിൻ്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. 5 നേരത്തെ നമസ്കാരം അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഖുശൂവോടുകൂടെ ഫർളായി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ തന്നെ ജീവിതത്തിനൊരു ഓർഡറാവും. നമുക്ക് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ ദുഹർ എവിടെ വെച്ചാൽ ദൂറിൻ്റെ പള്ളിക്കുണ്ടാവും. നമ്മുടെ ജോലി ഇന്ന സ്ഥലത്താണ്, നമ്മൾ ദൂറിൻ്റെ സ്ഥലത്തുണ്ടാവും, സുബൈക്ക് വീട്ടിലുണ്ടാവും, മഗ്‌രിബിനെ വീട്ടിലെ പള്ളിക്കുണ്ടാവും, ഇശാക്കിൻ്റെ സ്ഥലത്തുണ്ടാവും അല്ലേ. എവിടെയാണ് നമ്മളിപ്പോൾ ഒരാളെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞതാണ്. മൂപ്പരെ കാണാം സുബൈക്ക് പള്ളിക്ക് എന്നാൽ മതി, അല്ലെ മൂപ്പരെ കാണാൻ ദൂറിൻ്റെ ഇന്ന സ്ഥലത്ത് എന്നാൽ മതി. കാരണം മൂപ്പരുണ്ടോ ആ പള്ളിക്ക് ഉണ്ടാവും, ദൂറിന പള്ളി. അതാ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മുടെ മക്കൾക്കും അങ്ങനെ, നമ്മുടെ മക്കൾക്ക് ഒരു പള്ളി വേണം അല്ലേ. നമ്മുടെ മക്കൾ പറഞ്ഞാൽ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി പള്ളി തന്നെയാണ്. നമ്മൾ എവിടെ നിസ്കരിക്കാൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ. രണ്ടാമത്തെ എന്താ പറയുക, ഖുർആനുമായിട്ടുള്ള ബന്ധം. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഇറക്കിയ അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ട്, ആ ഖുർആനിൻ്റെ എത്ര ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുനിയാവിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് ചതിയിലും അകപ്പെടാതെ പോകാൻ പറ്റുന്ന മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കക്ഷിയാണ്, ഹിസ്ബുള്ളാണ്. അള്ളാഹുവിൻ്റെ കക്ഷി ആരാണ്? അഹ്ലുൽ ഖുർആനാണ്. ഭൂമിയിൽ അള്ളാഹുവിന് ചില ആളുകളുണ്ടെന്നാണ്. അതാരാണ്? അത് അഹ്ലുൽ ഖുർആനാണ്, ഖുർആന്റെ ആളുകളാണ്. ആ ഖുർആൻ അറിയുകയും പഠിക്കുകയും ഖുർആൻ
ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ്. നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പഠിക്കും വേണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് താഴെയുള്ള ചെറിയ കുട്ടിയാക്കാണെങ്കിൽ കുട്ടിയാക്ക്, അല്ലെങ്കിൽ പേരക്കുട്ടിയാക്കാണെങ്കിൽ ഖുർആൻ നമുക്ക് ചാൻസ് കിട്ടാൻ പറ്റിയ സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ ചെറിയ ഒരു കുട്ടി നമുക്ക് കൈ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ സൂറത്ത് പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഓദിപ്പിച്ചൊരു പ്രോത്സാഹനം നൽകിയിട്ട് നമ്മൾ ഖുർആനിൻ്റെ ആളുകളായിട്ട് മാറാൻ, അതാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞത്. ആ ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിനെ അങ്ങനെ ജീവിതത്തിൽ കാണാൻ അത്രയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മരിക്കാൻ സമയത്ത് പോലും അദ്ദേഹം ബാക്കി വെച്ചൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഖുർആനിന് വേണ്ടി സമയം ചെലവഴിച്ചില്ലല്ലോ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ മജ്മൂൽ ഫതാവ പോലുള്ള വലിയ ഗ്രന്ഥങ്ങൾ കാണാതെ എഴുതിയത്. ജയിലിൽ വെച്ചിട്ടാണ് അത്രയും വലിയ ഗ്രന്ഥങ്ങൾ. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എഴുതിയ ഗ്രന്ഥങ്ങൾ പോലും ഒരായുസ്സിൽ ഒരാൾക്ക് വായിച്ചു തീർക്കാൻ തന്നെ മെനക്കെടാണ്. അങ്ങനെ എഴുതിയ ഇബ്നു തൈമിയ്യ പോലും അവസാനം പറഞ്ഞെന്താണ്? എനിക്ക് ഖുർആന് വേണ്ടി സമയം കൊടുക്കാൻ കുറച്ചുകൂടി സമയം കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു സങ്കടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളൊക്കെ എത്ര സങ്കടപ്പെടണം ഖുർആൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നാളെ പരലോകത്ത്, നാളെ സ്വർഗത്തിൽ പോലും, സ്വർഗത്തിലെ ദറജ പോലും തീരുമാനിക്കുക ഖുർആൻ്റെ അറിവനുസരിച്ചാണ്. ഓരോ ആയത്ത് ഓതിയാലും ആ ആയത്തിൻ്റെ അറിവിനും പരപ്പിനും അനുസരിച്ച് അവൻ്റെ ദറജ കൂടുന്നതാണ്. സ്വർഗത്തിലെ ദറജ പോലും കൂടുന്നതാണ്. അപ്പോഴും സങ്കടം തേക്കാരം, ഞാൻ ഖുർആൻ പഠിച്ചില്ലല്ലോ എന്നേക്കാരം സ്വർഗത്തിലും സങ്കടമാണ്. കാരണം ഒരായത്തോട് നിങ്ങൾക്ക് തോന്നറിയെങ്കിൽ നിങ്ങളെ ദറജ ഒന്നും കൂടി കൂടും. അപ്പോൾ അത്രയും പ്രാധാന്യം. അതായത് നമ്മൾ ദുനിയാവിൽ കുറേ ആൾക്കാർ, ഇപ്പോൾ ഫലസ്തീനിൽ ഗാസയിലൊക്കെ ഒന്നായിട്ട് ആളുകൾ മരിക്കുമ്പം ഒറ്റ കബർ കുത്തിയിട്ടാണ് മറയ്യ. അതിൽ പോലും ആരെ ആദ്യം വെക്കണം എന്ന് തീരുമാനിക്കുക. ഖുർആൻ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്കാണ് ഖുർആൻ അറിവെന്നനുസരിച്ചാണ് മറയ്യ. ഒരു കുഴിക്ക് തോന്ന ആൾക്കാരെ വെക്കുകയാണെങ്കിൽ അതിന് പോലുള്ള മാനദണ്ഡം ഖുർആനിൻ്റെ അറിവാണെന്നാണ്. ഇമാമ് നിൽക്കണതിനുള്ള മാനദണ്ഡം ഖുർആനിൻ്റെ അറിവാണെന്നാണ്. നാളെ സ്വർഗത്തിൽ ദറജ തീരുമാനിക്കപ്പെടുക ഖുർആനിലുള്ള അറിവാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരൻ, ഖുർആൻ അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ സുഖമാണ് ഖുർആൻ പഠിക്കാനുള്ള ആപ്പുകളും പഠനവേദികളും ഓഫ്ലൈനും ഓൺലൈനും. എല്ലാ പള്ളിക്കലും ഖുർആൻ പഠനവേദികളുണ്ട്, ഓഫ്ലൈനുണ്ട്, ഓൺലൈനുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും മാർഗ്ഗങ്ങൾ വെച്ചിട്ട് നമ്മൾ സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ ഖുർആൻ എങ്ങനെയാണോ മൻഹജ് അനുസരിച്ച് ആയത്തുകൾ പഠിപ്പിച്ചത് ആ രൂപത്തിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ മുന്നോട്ട് വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.